നമ്മൾ നോക്കാൻ പോകുന്നത് സ്പോട്ടിഫൈ ഫ്രെയിം എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ ആദ്യം ക്യാൻവ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഹോം പേജ്. ഇപ്പോൾ താഴെയായിട്ടൊരു പ്ലസ് ഐക്കൺ കാണാൻ പറ്റും. അതൊന്ന് ടാപ്പ് ചെയ്യുക. ആ സെർച്ച് ബാറിൽ ഏത് സൈസാണോ നമുക്ക് ആവശ്യം അത് ടൈപ്പ് ചെയ്യുക. എനിക്ക് A5 ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ A5 ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ A5 ഡോക്യുമെൻ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി നമുക്ക് വേണ്ടത് പിൻട്രസ്റ്റ് ആണ്. അപ്പോൾ പിൻട്രസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സെർച്ച് ബാറിൽ സ്പോട്ടിഫൈ ബാക്ക്ഗ്രൗണ്ട് എന്ന് സെർച്ച് ചെയ്യുക. ഞാനിവിടെ എടുക്കുന്നത് വൈറ്റ് കളറിലെ സ്പോട്ടിഫൈ ബാക്ക്ഗ്രൗണ്ട് ആണ്. ഓക്കെ, ഞാനിപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് ക്യാൻവയിലോട്ട് തന്നെ പോവാം. ഇപ്പോൾ താഴെയായിട്ട് ഗാലറി എന്നൊരു ഓപ്ഷൻ കാണും. ഗാലറി സെലക്ട് ചെയ്യാം. അതിൽ നിന്ന് നമ്മളിപ്പോൾ പിൻട്രസ്റ്റിൽ അവിടെ വെച്ച് ആ ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് ആഡ് ടു പേജ് കൊടുക്കാം. ഇനി ആ ഫോട്ടോ ഒന്ന് വലുതാക്കി കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് സ്പോട്ടിഫൈ ആണ്. അപ്പോൾ നമ്മൾ സ്പോട്ടിഫൈ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇനി അതിൻ്റെ സെർച്ച് ബാറിൽ പോയിട്ട് നമുക്ക് ഏത് മ്യൂസിക്കാണോ വേണ്ടത്, ഏത് പാട്ടാണോ നമുക്ക് ഇഷ്ടമുള്ളത് അത് അവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് ആ പാട്ടിൽ ഒരു 3 ഡോട്ട് ഐക്കൺ കാണാൻ പറ്റും. അതൊന്ന് ടാപ്പ് ചെയ്യുക. അതിൽ ഷെയർ എന്നൊരു ഓപ്ഷൻ കാണും. ഷെയർ കൊടുക്കുക. എന്നിട്ട് കോപ്പി ലിങ്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ആ ലിങ്ക് കോപ്പി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ സ്പോട്ടിഫൈ കോഡ് എന്ന് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് വരുന്ന ലിങ്ക് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത്. അതിൽ നമ്മുടെ കോപ്പി ചെയ്ത കോഡ് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഗെറ്റ് സ്പോട്ടിഫൈ കോഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത്. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആണ് കൊടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് സെലക്ട് ചെയ്തു. ഇനി ബാർ കളർ ബ്ലാക്ക് ആക്കണം. ഇനി ഫോർമാറ്റ് എന്നുള്ള സ്ഥലത്ത് നമുക്ക് PNG ആക്കി കൊടുക്കാം. എന്നിട്ട് ഡൗൺലോഡ്. ഓക്കെ, ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ക്യാൻവയിലോട്ട് പോവാം. ഇനി താഴെയായിട്ട് ഗാലറി എന്നൊരു ഓപ്ഷൻ കാണും. അത് സെലക്ട് ചെയ്യുക. നമുക്കവിടെ ഏത് ഫോട്ടോ ആണോ ആഡ് ചെയ്യേണ്ടത് ആ ഫോട്ടോ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ ഫോട്ടോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി താഴെ അപ്ലോഡ്സ് എന്നൊരു ഓപ്ഷൻ കാണും. അതൊന്ന് സെലക്ട് ചെയ്യുക. അതിൽ അപ്ലോഡ് ഫയൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫയലിലായിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇത് നമ്മൾ നേരത്തെ ഗൂഗിളിൽ പോയി സ്പോട്ടിഫൈ കോഡ് കോപ്പി ചെയ്തായിരുന്നു. അത് ഇവിടെയാണ് കിടക്കുന്നത്. ഇതിൽ നിന്ന് അത് സെലക്ട് ചെയ്യാം. അപ്ലോഡ് ആകുമ്പോഴത്തേനും അതൊന്ന് ടാപ്പ് ചെയ്ത് നമ്മുടെ സ്ക്രീനിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സ്ക്രീനിലോട്ട് ആഡ് ആയിട്ടുണ്ട്. ഇനി ആ സൈസ് ഒന്ന് കുറയ്ക്കുകയോ കൂട്ടുകയോ നമ്മുടെ ഇഷ്ടം പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എവിടെ വേണോ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഫോട്ടോയുടെ താഴെയായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി താഴെയായിട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. അതിൽ ആഡ് സബ് ഹെഡിങ് കൊടുക്കുക. ഇനി നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത്, ഒന്നുകിൽ നമുക്ക് വിഷസ് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളിപ്പം സ്പോട്ടിഫൈയിൽ നിന്ന് ഏത് പാട്ടാണോ എടുത്തത് അതിൻ്റെ പേരുടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഇഷ്ടം പോലെ സൈസും ഫോണ്ടും കളറും എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്ത് ഓക്കെ ആക്കാം. ഇനി നമുക്ക് ആ ടൈപ്പ് ചെയ്ത് എവിടെയാണോ വെച്ച് കൊടുക്കേണ്ടത് അവിടെയായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മൂവ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സേവ് ചെയ്യാം. മുകളിലത്തെ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാം. സിമ്പിളായിട്ട് സ്പോട്ടിഫൈ ഫ്രെയിം എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് നമ്മളിപ്പോൾ വീഡിയോയിലൂടെ നോക്കിയത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഓക്കെ, ബൈ.